ഇലക്കറികൾ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാണുള്ളതല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാലക്കിൻ്റെ ഇലയും ചുമന്ന പരിപ്പും ചേർത്ത് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പരിപ്പ് കറി തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി നമുക്ക് തേങ്ങയുടെ ഒന്നും ഒരു ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ പാലക്കിൻ്റെ ഇല നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് ആ പരിപ്പും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ഇലക്കറികൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ കുക്കറിലോട്ട് പരിപ്പും പാലക്കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിന് ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം വേണ്ട. നമ്മുടെ ഈ പാലക്കിനകത്ത് ഓൾറെഡി കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഏകദേശം ഞാൻ ഈ അളവിനാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇനി കുക്കറിൽ ഇതിലൊരു 2 വിസിൽ അടിക്കുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ. അതവിടെ റെഡി ആവുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടുന്ന വെളുത്തുള്ളി, ഞാനിപ്പോൾ ഒരു 7-8 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയാണ്, വെളുത്തുള്ളിയാണ് നമ്മൾ കൂടുതൽ ചേർക്കേണ്ടുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ. അതിൻ്റെ ഈ രീതിയിൽ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞാലും മതി. അപ്പം നമുക്ക് എളുപ്പത്തിന് ഞാനിങ്ങനെ ക്രഷ് ചെയ്തതന്നേ ഉള്ളൂ. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് RCMൻ്റെ തവിടെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവാളയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അതിൻ്റെ ഏകദേശം ഈ ഒരു കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ ടൊമാറ്റോ, ഒത്തിരി ഒന്നും വേണ്ട, ഒരു ചെറിയ ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ഇത് വിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നമ്മൾ ആദ്യമേ പരിപ്പും പാലക്കും വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു. ഞാനിപ്പോൾ തക്കാളി ഒന്ന് എളുപ്പം വഴണ്ടി കിട്ടാൻ വേണ്ടി ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവായിട്ട് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി, നമ്മൾ മല്ലിപ്പൊടി കുറച്ചേ ചേർക്കാവൂ, ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ട് കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ആ മസാല വഴറ്റി ആ പാത്രത്തിലോട്ട് തന്നെ സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് പരുവത്തിന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളി വഴറ്റിയെടുത്ത പാത്രത്തിലോട്ട് സ്വല്പം വെള്ളമേ ഞാൻ ചേർത്ത് കൊടുത്തോളായിരുന്നു. കുറച്ച് വെള്ളം കൂടെ വേണം തോന്നിയതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് പച്ചവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാതിരിക്കുക. എപ്പോഴും നമ്മൾ ചൂടുവെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കറക്റ്റ് പരുവത്തിന് ഞാനൊരു തവി ഇട്ട് കൊടുത്ത് അതിൻ്റെ കറക്റ്റ് പരുവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിന് കറക്റ്റ് റെഡിയാക്കി എടുക്കുക. ഇത് ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണ്ടോ. കാരണം ഈ പരിപ്പൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഏറെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ഞാനൊരു മീൻ ഫ്രൈ കൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചോറ് കുറച്ച് കഴിക്കുന്ന ആളാണ് കേട്ടോ. കറികൾ തോനെ കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെറിയ അരിയാണ്. നമ്മുടെ വലിയ അരിക്കകത്ത് എപ്പോഴും ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഈ ചെറിയ അരിക്കകത്ത് കണ്ടൻറ്റ് കുറവായിരിക്കും കേട്ടോ. ഞാനിത് RCM എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ചെറിയ അരിയാണ് യൂസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് സ്പെഷ്യലായിട്ട് മെസ്സേജ് ഇട്ടാൽ മതി, ഞാനത് പറഞ്ഞുതരാം. ഇതിനകത്ത് ഷുഗർ കണ്ടൻറ്റ് തീരെ കുറവാണ്. അതിൻ്റെ കൂടെ ആ മീൻ ഫ്രൈയും ഇവിടെ ചേർത്ത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഈ ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.